കാണിക്കുന്ന യോഗാഭ്യാസം. ഓരോരോ ഗ്രൂപ്പിൽ നിന്നാണ് 2, 3, 4, 10 അംഗങ്ങൾ ഈ കാണിക്കുന്ന കാഴ്ച. ആശാനാണ് ഈ കാണുന്നത്. അദ്ദേഹത്തിന്റെ ചുവട്ടിലൊരു ചവിട്ട് കൊടുത്തു ഒരാൾ വന്ന്. കൊള്ളാം, തമാശ അടക്കിടക്ക് നടക്കും. പരിശീലനം നടത്തിയ പടതിലമാണ് ഉജ്ജ്വല പടതിലം. ആ പടതിലത്ത് ആ പോയകാല സ്മരണ അയവിറക്കിക്കൊണ്ട് എല്ലാ സബ്ജക്റ്റിനെ പറ്റിയും വളരെ വിശദമായിട്ട് മൈക്ക് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട് ദേവസ്വം. പതിറ്റാണ്ടുകളായി നടക്കുന്ന ഊച്ചറ കളിയുടെ 8ാം ദിവസമായി ഇത് അടുത്ത ഒരു ഫൈറ്റ് നടക്കാൻ പോവുകയാണ്. ആയിരക്കണക്കിന് കളിയാശാന്മാരും കളിസംഘങ്ങളുമാണ് ഈ പരമ്പരത്തിന്റെ സ്ത്രീകൾ തമ്മിലുള്ള മത്സരമാണ്. അതിനകത്തൊന്ന് ആണാണെന്നുള്ള സംശയമുണ്ട്. അവരുടെ മുടി വളർത്തിയിരിക്കുകയാണ്. തല പെണ്ണും ഉടലാണുമാണ്. മറ്റേത് 2 പെണ്ണാണ്. ഇന്നത്തെ ചെറുപ്പക്കാരെ കണ്ടാൽ മനസ്സിലാവത്തില്ലല്ലോ ആണാണോ പെണ്ണാവുന്നത്. തല മാത്രമാണ്, താഴെയുള്ള ഭാഗങ്ങളെല്ലാം പെണ്ണുങ്ങളുമാണ്. അതുപോലുള്ളൊരു നമോത്സവമാണ് ഇതിനകത്ത് കളിക്കുന്നത്. നോക്ക്, ഹിജട എന്ന് പേര് അറിയപ്പെടും. എന്തായാലും ആ പെണ്ണ് അവനെ കീഴടക്കിയിട്ടുണ്ട്. അടുത്ത കളി ഉടനെ തുടങ്ങുന്നതാണ്. യുവശക്തി കളിയിൽ നിന്നുമുള്ള നേതൃത്വത്തിലുള്ള 5 യോദ്ധാക്കൾ പങ്കെടുക്കുന്ന കളിപ്പയറ്റും പടനിലത്തുണ്ടാകുന്നതാണ്. അതും ആ ഹിജടയും മറ്റുള്ള ഒരാളുമായിട്ടാണ്. ഈ ആശാമാരാണ്. ആശാം നിന്നെ നിയന്ത്രിക്കുന്നുണ്ട്, അടിയിടി നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവർ അടിച്ചു പോവുകയാണ്. ഇത് വളരെ അപകടകരമായിരിക്കുന്ന പോക്കാണ് കാണുന്നത്. ആശാൻ നിയന്ത്രിക്കുന്നില്ല. ആശാൻ കൂടെ നടക്കുന്നുണ്ട്. എന്നാലും ഹിജട ഇപ്രാവശ്യവും വീണ്. എന്നാലും ഇത്രയും പ്രാക്ടീസ് നേടാൻ 1 വർഷമോ 2 വർഷം കൊണ്ടുള്ള എക്സ്പീരിയൻസ് പോരാ. ഇത് ഒരുപാട് കാലം കൊണ്ട് കുഞ്ഞു പരുവത്തിൽ തൊട്ട് അഭ്യസിക്കേണ്ട ഒരു കലയാണിത്. ഈ കലയെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. നമ്മൾ കണ്ടിട്ടങ്ങ് കാണാതെ പോകും. പിന്നെ അടുത്ത വർഷം വരുമ്പോഴാണ് ഇതുപോലുള്ള കലകൾ നമ്മൾ കാണുന്നത്. പക്ഷേ അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ മാതിരിയുള്ള ആയോധന കലകൾ പഠിപ്പിക്കുകയും അവരെ സ്വന്തമായിട്ട് ശരീരത്തിനെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളും ശരീരത്തിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ നിയന്ത്രിക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ് ഈ ആയോധന കലകൾ കൊണ്ട് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ട് വരുന്നത്. ശരീരത്തിൻ്റെ രോഗങ്ങളൊക്കെ അകന്നു നിൽക്കും. ശരീരത്തിന് മെയ് വഴക്കങ്ങളുണ്ടാവും. 1, 2 പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ആപത്ത് ഘട്ടത്തിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും. അടിയോ ഇടിയോ വരുന്ന സമയത്ത് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. അടുത്തത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അത് ഒരു സ്ത്രീയാണ് മേൽനോട്ടം വഹിക്കുന്നത്. പങ്കെടുക്കുന്ന ആ സ്ത്രീ സാരി ചുറ്റിയാണ് വന്നിരിക്കുന്നത്. സാരി ശരിക്ക് കൈകാര്യം ചെയ്ത് ചുറ്റി വെച്ചിരിക്കുന്നത് അഴിഞ്ഞു പോകാത്ത രീതിയിൽ. പക്ഷേ ഈ ആയോധന കലയ്ക്ക് പറ്റിയ ഒരു വേഷമല്ല, മറ്റേതെങ്കിലും ഒരു വേഷമാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതൊരു പോരായ്മ ആ സ്ത്രീകൾക്ക്.